മക്കളുടെ പഠനത്തിലോ ജോലിക്കാര്യത്തിലോ തടസ്സങ്ങൾ വരുന്നുണ്ടോ? എങ്കിൽ ഈ വൈശാഖ മാസം അവരുടെ ഉയർച്ചയ്ക്കായി ഈ ഒരു കാര്യം ചെയ്തു നോക്കൂ. പുണ്യമാസമായ വൈശാഖത്തിൽ ഭഗവാൻ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ ദോഷങ്ങളെല്ലാം അകലുകയും ഐശ്വര്യം വർദ്ധിക്കുകയും ചെയ്യും. അധികം ചിലവില്ലാതെ ലളിതമായി ചെയ്യാൻ പറ്റുന്ന ഈ വഴിപാടിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങളുടെ മക്കളുടെ സുരക്ഷിതമായ ജീവിതമാണെങ്കിലോ? ഇനി വഴിപാട് എന്താണെന്ന് പറയാം. (2026) വൈശാഖ മാസം തുടങ്ങുന്നത് ഏപ്രിൽ 18-ാം തീയതിയാണ്, അതായത് നാളെ. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേയുള്ളൂ നമ്മൾ ആ പുണ്യമാസത്തിലേക്ക് കടക്കാൻ. വൈശാഖ മാസത്തിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്രതാനുഷ്ഠാനങ്ങളെക്കുറിച്ചും നാമജപത്തെക്കുറിച്ചും ഞാൻ വിശദമായി ഒരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വൈശാഖ മാസത്തിൽ ഭഗവാൻ ലക്ഷ്മി സമേതനായി ഭൂമിയിലുള്ള സമയമാണ്. എല്ലാവർക്കും ഈ മാധവമാസം അത്ര ഐശ്വര്യം നൽകുന്നതാണ്. ഈ ദിവസങ്ങളിൽ വൈഷ്ണവ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് അതീവ പുണ്യമാണ്. ഗുരുവായൂർ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, പൂർണ്ണത്രേശ ക്ഷേത്രം, ഇവിടെയൊക്കെ തൊഴുത് വഴിപാട് ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലതാണ്. വഴിപാട് ചെയ്യാൻ പറ്റാത്തവർ ക്ഷേത്ര ദർശനം നടത്തുക. ക്ഷേത്ര ദർശനമാണ് ഏറ്റവും വലിയ വഴിപാട്. ഈ 30 ദിവസം കുളിച്ച് വിളക്ക് വെച്ച് അമ്പലത്തിൽ പോയി തൊഴുതാൽ അതാണ് ഏറ്റവും വലിയ വഴിപാട്. ഭഗവാനെ കാണാൻ പോകുമ്പോൾ കൈ വീശി പോകാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരു കൊയിൻ തലയ്ക്കൊഴിഞ്ഞ് ഭണ്ഡാരത്തിൽ സമർപ്പിക്കുകയോ ഒരു എണ്ണയോ ഒരു നെയ്വിളക്കോ അല്പം തുളസിയിലയോ എന്തെങ്കിലും ഭഗവാന് സമർപ്പിക്കാൻ പറയുന്നത്. ക്ഷേത്ര ദർശനം നടത്തുക, നാമം ജപിക്കുക, അതോളം പുണ്യം മറ്റൊന്നിനുമില്ല. അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. വൈഷ്ണവ അവതാരം എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ പോയി ദർശനം നടത്തുക. നരസിംഹസ്വാമി ക്ഷേത്രം, വിഷ്ണു ക്ഷേത്രം, ശ്രീരാമക്ഷേത്രം, ഇവിടെയൊക്കെ പോകാൻ സാധിക്കുന്നവർ പോയി തൊഴുക. സന്തതി പരമ്പരകളുടെ ഉയർച്ചയ്ക്ക്, സാമ്പത്തിക അഭിവൃദ്ധി, ഐശ്വര്യം, ഇതിനൊക്കെ വേണ്ടി വൈശാഖ മാസത്തിലെ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഭഗവാന് നേദ്യം സമർപ്പിക്കുക. അവിൽ, മലർ, കദളിപ്പഴം, ശർക്കര, കൽക്കണ്ടം, മുന്തിരി, ഇതൊക്കെ ഭഗവാന് നിവേദിച്ചാൽ കുട്ടികളുടെ പഠനം, ജോലി, ഇതിനെയൊക്കെയുള്ള തടസ്സങ്ങൾ മാറി ഉയർച്ച ഉണ്ടാകുന്നതാണ്. ഭഗവാന് ഏറെ പ്രിയപ്പെട്ട ദിവസമാണ് വ്യാഴാഴ്ച. ഇതൊക്കെ ഒരുപാട് കൊണ്ടുപോയി സമർപ്പിക്കണം എന്നല്ല കേട്ടോ പറഞ്ഞത്. ഒരു കുഞ്ഞു പാത്രത്തിൽ അല്പം വീതം അവിൽ, മലർ, ശർക്കര, കൽക്കണ്ടം, മുന്തിരി, കദളിപ്പഴം, ഇത് നേദിക്കുക. അമ്പലത്തിൽ ത്രിമധരമായി ചിലയിടത്ത് കൊടുക്കുന്നത് കാണാം. അത് കിട്ടുമെങ്കിൽ അങ്ങനെയും ആകാം. പിന്നെ ഭഗവാന് ഇഷ്ടപ്പെട്ട മറ്റൊരു നേദ്യമാണ് മാമ്പഴം. മാമ്പഴവും പഞ്ചസാരയും കദളിപ്പഴവും കൂടെ നേദിച്ചാൽ തടസ്സങ്ങൾ മാറുകയും സാമ്പത്തിക പ്രശ്നം മാറുകയും മുടങ്ങിക്കിടക്കുന്ന വീട് പണി പൂർത്തിയാക്കാനും ഒക്കെ ഇത് വളരെ നല്ലതാണ്. ഇത് ഒരാഴ്ച മാത്രം ചെയ്യണമെന്നല്ല കേട്ടോ. ഏപ്രിൽ 18-ാം തീയതി തുടങ്ങി മെയ് 16-ാം തീയതി വരെയുള്ള വൈശാഖ ആചരണ മാസത്തിലെ 4 വ്യാഴം വെള്ളി ആണ് ഈ വഴിപാട് ചെയ്യേണ്ടത്. നിങ്ങൾ എന്താഗ്രഹം മനസ്സിൽ വിചാരിച്ചാണോ ഈ വഴിപാട് ചെയ്യുന്നത്, അത് ലക്ഷ്മി സമേതനായി ഭൂമിയിൽ വന്നിരിക്കുന്ന ഭഗവാൻ നടത്തിത്തരുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. വൈശാഖ മാസത്തിൽ ഗുരുവായൂരപ്പനെ പോയി കണ്ട് തൊഴാത്തവർ വളരെ ചുരുക്കമാണ്. ഒരു ദിവസം ആ നടയിൽ പോയിരുന്ന് പറ്റാവുന്നത്ര നാമം ജപിച്ച് ഭഗവാന്റെ ഇഷ്ടപ്പെട്ട തുളസിമാല, കദളിപ്പഴം, പാൽപ്പായസം, വെണ്ണ, ഇങ്ങനെ നിങ്ങൾക്കിഷ്ടമുള്ളത് ഏതെങ്കിലും കണ്ണന് സമർപ്പിക്കാൻ ശ്രമിക്കണേ. ജീവിക്കാനുള്ള സമ്പത്ത്, കടബാധ്യതകളിൽ നിന്ന് മുക്തി നേടാൻ,
രോഗാദി ദുരിതങ്ങൾ മാറാൻ ഒക്കെ ഈ മാസത്തിലെ നാമജപത്തിലൂടെയും വ്രതത്തിലൂടെയും നിങ്ങൾക്ക് തീർച്ചയായിട്ടും സാധിക്കും. ഈ 30 ദിവസം പറ്റാവുന്നത്ര നാമം ജപിക്കുക. 1008 തവണ നാരായണ നാമം ജപിക്കുക. വിഷ്ണു സഹസ്രനാമം 336 ഒരു ഹരേ രാമ മന്ത്രം, ഇതൊക്കെ പറ്റാവുന്നത്ര ജപിക്കണേ. നാളെ തൊട്ട് 30 ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യുന്ന പുണ്യത്തിലൂടെ, നിങ്ങൾ ജപിക്കുന്ന നാമജപത്തിലൂടെ ലക്ഷ്മി ദേവിയുടെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടാൻ വേണ്ടി, കുടുംബ ഐശ്വര്യത്തിനായി, നമ്മളുടെ മക്കളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി ഭഗവാന്റെ ആ കാൽപാദങ്ങളിൽ പിടിച്ചുകൊണ്ട് നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോ നാമം സമർപ്പിക്കാം. നാമം ജപിക്കാൻ സമയമില്ല എന്ന് പറയുന്നവർക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല എന്ന് തന്നെയാണ് അർത്ഥം. വിശ്വാസിയായ ഒരാൾക്ക് ഒരിക്കലും നാമം ജപിക്കാൻ സമയം കണ്ടെത്താതിരിക്കാനാവില്ല. അപ്പോൾ നാളെ തുടങ്ങുന്ന വൈശാഖ മാസത്തിൽ ദിവസവും നമുക്ക് ഒന്നിച്ച് നാമം ജപിക്കാം. ഈ 30 ദിവസവും നമുക്ക് നാമം ജപിച്ച് ഭഗവാന്റെ അനുഗ്രഹം തേടാം. വൈശാഖ മാസം ഓരോ വീടിനും നാമം ജപിച്ച് വൈകുണ്ഠമാക്കി തീർത്ത് നമുക്ക് എല്ലാവർക്കും നമ്മുടെ വീടും ഒരു പുണ്യഭൂമിയാക്കാം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.